പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എഴുത്തുകാരനുമായി ഒരു അഭിമുഖം എന്ന മൊഡ്യൂൾ ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്ന് തോന്നി. പല സ്കൂളുകളിലും ഇത്തരം പരിപാടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാഠപുസ്തകത്തിൽ വന്ന എഴുത്തുകാരെ പരമാവധി പരിചയപ്പെടുത്താനുള്ള അവസരം ഒരുക്കണം എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട അംബികാസുധൻ മാങ്ങാട് സാറിനെ നമ്മുടെ ഇടയിലേക്ക് ക്ഷണിച്ചത്. അംബികാസുധൻ മാങ്ങാട് കാസർഗോഡ് ജില്ലയിലെ ബാലഗ്രാമത്തിൽ ജനനം. റാങ്കുകളോടെ MA MPhil ബിരുദങ്ങൾ. കഥയിലെ കാലസങ്കല്പം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ്. കാരൂർ പുരസ്കാരം, ഇടശ്ശേരി പുരസ്കാരം, അങ്കണം പുരസ്കാരം, ചെറുകാട് പുരസ്കാരം, അബുദാബി ശക്തി പുരസ്കാരം, മലയാറ്റൂർ പ്രൈസ്, VT ഭട്ടതിരിപ്പാട് പുരസ്കാരം, VP ശിവകുമാർ പുരസ്കാരം, കേളി പുരസ്കാരം തുടങ്ങി 25ഓളം പുരസ്കാരങ്ങൾ. കൊമേഴ്ഷ്യൽ ബ്രേക്കിന് കേരള സർക്കാരിൻ്റെ മികച്ച ചെറുകഥയ്ക്കുള്ള അവാർഡ് നേടിയിട്ടുണ്ട്. ആദ്യ ക്യാമ്പസ് നോവലായ ജീവിതത്തിൻ്റെയും ഉപമയുടെയും ആദ്യ നാട്ടുഭാഷാ നിഘണ്ടുവായ പോഞ്ഞാറിൻ്റെയും എഡിറ്റർ. വാലില്ലാത്ത കിണ്ടി, ഒതേനൻ്റെ വാൾ, രാത്രി, നീരാളിയൻ, തെരഞ്ഞെടുത്ത കഥകൾ എന്നീ കഥാസമാഹാരങ്ങൾ. രണ്ട് മുദ്ര എന്ന നോവലേറ്റ്, മരക്കാപ്പിലെ തെയ്യങ്ങൾ, എൻ മകജെ എന്നീ നോവലുകളും, CP അച്യുതമേനോനും മലയാള വിമർശനവും തുടങ്ങി 4 നിരൂപണ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇരുന്നിട്ട് പറയാലോ. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഒരു ദിവസം ഈ കഥ എഴുതുന്നത്. ഈ കഥയുടെ വിത്ത് 4-5 കൊല്ലം മുമ്പേ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. മുളച്ചില്ല എന്നേ ഉള്ളൂ. വളരെ യാദൃശ്ചികമായിട്ടൊരു ദിവസം സംഭവിച്ച് പെട്ടെന്ന് എഴുതി പെട്ടെന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. അപ്പം അത് എഴുതുമ്പോൾ സ്കൂൾ സിലബസിനെ കുറിച്ചോ അങ്ങനെ വരുമെന്നോ ഒന്നും ആലോചിക്കുന്നില്ല. അങ്ങനെ എഴുതുമ്പോൾ ആലോചിക്കാറുമില്ല. പക്ഷേ 40 കൊല്ലത്തെ എഴുത്ത് ജീവിതത്തിൽ എൻ്റെ കഥയ്ക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഈ പാഠപുസ്തകത്തിൽ ഇത് വരുന്നു എന്നുള്ളത്. കാരണം അവാർഡുകൾ കിട്ടുന്നതിനേക്കാളും മികച്ച ഒരു അംഗീകാരമാണ് ഇതെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഒരു രചന പാഠപുസ്തകത്തിൽ വരുന്നതിന് ഒരുപാട് കടമ്പകളുണ്ട്. അതിലൊരു വാക്ക് പ്രശ്നമുണ്ടെങ്കിൽ കഥ മാറിപ്പോകും, എനിക്കറിയാം. അപ്പം അങ്ങനെ അതിനെയൊക്കെ മറികടന്നിട്ട് ഈ കഥ പുസ്തകത്തിൽ വരുന്നു എന്നുള്ളത് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിലുപരി പാരിസ്ഥിതിക സമരങ്ങളിൽ നേരിട്ട് ഇടപെടാൻ ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻ്റെ സമരത്തിൻ്റെ ഭാഗം തന്നെയായ ഈ കഥ, എനിക്ക് സമരം തന്നെയാണ് ഈ കഥയും. അങ്ങനെ ഒരു രചന കുട്ടികളുടെ ഏറ്റവും നല്ല ഒരു പ്രായത്തിൽ വരുന്നു, പഠിക്കാൻ ഉണ്ടാകുന്നു എന്നുള്ളതും ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എന്നെ ക്ഷണിച്ച എല്ലാവർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് രചന കണ്ടെത്തിയ, നിർദ്ദേശിച്ച, കൊണ്ടുവന്ന, ചർച്ചയിൽ പങ്കെടുത്ത, നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. സർ, ദേശം സാഹിത്യകാരനെ ഏറെ സ്വാധീനിക്കാം. അങ്ങയുടെ കൃതികളിൽ കടന്നു വരുന്ന ദേശ സ്വാധീനത്തെക്കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾക്ക് പറയാം. കുഗ്രാമം എന്നൊക്കെ നമ്മൾ പറയും. കുഗ്രാമത്തിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമാണ്. റോഡുകളൊന്നും അങ്ങോട്ട് ഒരുപാട് കാലം എത്തിച്ചേർന്നിരുന്നില്ല. വൈദ്യുതി വളരെ പിന്നീടാണ് എത്തിച്ചേർന്നത്. വികസനത്തിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രകൃതിയുടെ സമൃദ്ധി ഇത്രത്തോളം
എല്ലാ ഭാഗങ്ങളിൽ നിന്നും ചാലുകൾ ഒഴുകുന്നു, എല്ലാ ഭാഗങ്ങളിൽ നിന്നും കുന്നുകൾ താഴ്വരകളെ നീട്ടിത്തരുന്നു. അങ്ങനെ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറയാണ്. മാത്രമല്ല, എൻ്റെ വീട്ടിൽ നിന്ന് നേരെ മുമ്പിലോട്ടിറങ്ങിയാൽ ഹരിജൻ കോളനി ഉണ്ട്, തൊട്ട് ഒരു 1/2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. അവിടെ നിറയെ ഹരിജൻ വിഭാഗവുമായി ബന്ധപ്പെട്ട തെയ്യങ്ങളാണ്. നേരെ ഒരു കുന്നിൻ്റെ താഴ്വരയിലാണ് എൻ്റെ വീട്. കുന്നിൻ്റെ മുകളിൽ ഈഴവരുടെ കുറേ കാവുകളാണ്. അവിടെ കുറേ തെയ്യങ്ങളാണ്. വയനാട്ടുകുലവൻ തെയ്യം അടക്കമുള്ള തെയ്യങ്ങളുള്ള കുറേ കാവുകളുണ്ട്. മറ്റൊരു വശത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളരിക്കക്കള്ളനും തേങ്ങക്കള്ളനും എന്ന് പറയുന്ന 2 ഗുളികന്മാരാണ് തൊട്ട് മറ്റൊരു വശത്ത്. വീട്ടിന് മുമ്പിലൂടെ ഇറങ്ങിയിട്ട് വഴിതെറ്റിയിട്ട് പോയാൽ ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഞങ്ങളുടെ തറവാട്, അതിൻ്റെ 3 ഉപവിഭാഗങ്ങളിൽ പലതരം തെയ്യങ്ങൾ. ഒരു രക്ഷയില്ല. പുറത്തിറങ്ങിയാൽ തെയ്യത്തെ മുട്ടാതെ നടക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അത്രമാത്രം തെയ്യങ്ങൾ നിറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് റോഡ് എത്തിയിട്ടില്ലെങ്കിലും വൈദ്യുതി എത്തിയിട്ടില്ലെങ്കിലും ആ കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത്, ഈ ഒരു സംസ്കൃതിയുടെ വലിയ വെളിച്ചം ഉണ്ടായിരുന്നു. അങ്ങനെ ചണ്ട കൂറ്റ് കേട്ടുകഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് രോമാഞ്ചം ഉണ്ടാവും. തെയ്യത്തിന് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ചെണ്ടയാണ്. അപ്പോൾ ചെണ്ടയുടെ ഒരു ശബ്ദം, ഒരുപക്ഷെ ആദ്യം ഞങ്ങൾ തിരിച്ചറിയുന്ന ശബ്ദം ചെണ്ടയുടെ ശബ്ദമാണ്. ഒരുപക്ഷെ ഗർഭപാത്രത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ ശബ്ദമാണത്. അതുകൊണ്ടാണ് ദേശത്തെ എൻ്റെ ആദ്യകാല കഥകളിലും പിൽക്കാല കഥകളിലും ഒക്കെ തന്നെ ഈ ഒരു ഗ്രാമം, അതിൻ്റെ ഒരു വിശുദ്ധി, അതിൻ്റെ ഭാഷ, കാസർഗോഡിൻ്റെ ഒരു ഭാഷ, ഉത്തര കേരളത്തിൻ്റെ ഭാഷ ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചത് ഇങ്ങനെയൊരു ദേശത്ത് ജനിച്ചത് കൊണ്ടാണ്. ആ ദേശത്തിന് ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. സ്വച്ഛമായൊരു ജലാശയം പോലെയാണ് അങ്ങയുടെ കഥാലോകമെന്ന് അങ്ങ് തന്നെ ഒരു ലേഖനത്തിൽ പറയുകയുണ്ടായി. അങ്ങയുടെ കഥാലോകത്തിൻ്റെ ഈ സ്വച്ഛമായ ജലാശയത്തെ എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു കഴിയും. എൻ്റെ ഒരു സങ്കല്പം കൂടിയാണ്. തെളിഞ്ഞ വെള്ളത്തിൽ എല്ലാം കാണപ്പെടുന്നത് പോലെ കഥ അങ്ങേറ്റം കാരൂരിൻ്റെയൊക്കെ ബഷീറിൻ്റെയൊക്കെ കഥ പോലെ ആയിരിക്കണമെന്ന് ഞാൻ എപ്പോഴും കരുതാറുണ്ട്. തെളിഞ്ഞതായിരിക്കണം, സുതാര്യമായിരിക്കണം. ദുർഗ്രഹമായ ഒന്നും പാടില്ല. ദുർഗ്രഹമായ കഥകൾ എഴുതാൻ എളുപ്പമാണ്. അങ്ങനെ എഴുതി നമ്മളെ പറ്റിക്കുന്നവരുണ്ട്. പക്ഷെ ബഷീറിനെ പോലെ കാരൂരിനെ പോലെ വളരെ ലളിതമായിട്ടൊരു കഥ പറയാൻ സാധിക്കുന്നതാണ് മിടുക്ക്. അങ്ങനെ ആയിരിക്കണമെന്ന് ഞാനും എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കഥകളിൽ ദുർഗ്രഹമായത് ഒന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേസമയം ലളിതമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആഴത്തിലേക്ക് മുങ്ങാനും തേടാനും നേടാനും കഴിയണം എന്നൊരു സങ്കല്പം കൂടി. അതായത് കഥ ലളിതമായിരിക്കുമ്പോൾ തന്നെ കഥയുടെ ആഴങ്ങളിൽ നമുക്ക് അർത്ഥങ്ങളെ ഖനിച്ചെടുക്കാൻ, കുഴിച്ചെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. മറച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്, പറയാതെ വെച്ച കാര്യങ്ങളുണ്ട്. ലളിതമായി പറയുമ്പോൾ തന്നെ ബഷീറും കാരൂരും ഒക്കെ പറയാതെ വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണല്ലോ ആ കഥയുടെ സൗന്ദര്യം. അങ്ങനെ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെയും മറഞ്ഞിരിക്കുന്ന സൗന്ദര്യങ്ങളെയും തേടാൻ വായനക്കാരനെ പ്രേരിപ്പിക്കുന്നതാണ് നല്ല കഥ എന്നൊരു സങ്കല്പമാണ് ഞാൻ അവിടെ അവതരിപ്പിച്ചത്. മരം മുറിക്കാതെയും മണലെടുക്കാതെയും കുന്നിടിക്കാതെയും നമുക്ക് വീടുകളും റോഡുകളും പണിയാനാകില്ല. ഇതൊക്കെ ചെയ്യുമ്പോഴും നാം മാറി നിന്ന് വിലപിക്കുന്നു. ഇതിനെക്കുറിച്ച്, ഈ വൈരുദ്ധ്യത്തെക്കുറിച്ച് അങ്ങയുടെ
അഭിപ്രായം എന്താണ്? ഒരു വലിയ കാട് കാണുമ്പോൾ എത്ര ലോറി മരം കിട്ടും എന്ന് ആലോചിക്കുന്ന മലയാളി, ഒരു പുഴ കാണുമ്പോൾ എത്ര ലിറ്റർ വെള്ളം കുപ്പിയിലാക്കാം എന്ന് ആലോചിക്കുന്ന മലയാളി, ഒരു മണൽത്തീരം കാണുമ്പോൾ എത്ര ലോറി കുഴിച്ചെടുക്കാം എന്ന് ആലോചിക്കുന്ന മലയാളി, കൊള്ള ലാഭം മാത്രം നോക്കുന്ന മണൽ മാഫിയകൾ പോലെയുള്ള മാഫിയകൾ ധാരാളമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു. മുൻകാലങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമുക്ക് പ്രകൃതിയിൽ നിന്നും ഒരു വീട് ചെയ്യാനുള്ള മണലോ മരമോ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് മാത്രം മരങ്ങളും മണലുകളും നമുക്ക് വെച്ച് പിടിപ്പിക്കുകയോ മണലുണ്ടാവുകയോ ചെയ്യും. പക്ഷേ നിരന്തരമായ കൊള്ളയടിക്കലുകൾ, ആ കൊള്ളയടിക്കുന്ന സംഗതികൾക്ക് ഭരണകൂടങ്ങൾ കൂട്ടുനിൽക്കുക, നിയമങ്ങൾ കൂട്ടുനിൽക്കുക, അധികാരികൾ കൂട്ടുനിൽക്കുക, പോലീസ് കൂട്ടുനിൽക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. അത് ഒരു വിലപിക്കുന്നതിൻ്റെ കാര്യമല്ല. അഥർവവേദം തൊട്ട് ഈ മുൻകരുതൽ നമുക്ക് ഉണ്ട്. അഥർവവേദത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ കുഴിക്കുന്ന കുഴി ഭൂമിയുടെ ഹൃദയത്തോളം എത്താതിരിക്കട്ടെ, ഭൂമിയെ ഞങ്ങൾ വേദനിപ്പിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പുണ്യം കിട്ടുന്നത് എന്ന് അഥർവവേദം തൊട്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയുമായിട്ടും പുഴകളുമായിട്ടും മരങ്ങളുമായിട്ടും അങ്ങേയറ്റം സഹവസിച്ചിരുന്ന സമൂഹം, മരങ്ങളെ പൂജിക്കുക, മൃഗങ്ങളെ പൂജിക്കുക, പാമ്പിനെ പൂജിക്കുക, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ പ്രകൃതിയുമായിട്ട് അങ്ങേയറ്റം സഹവസിച്ചിരുന്ന, ആ കാലത്തും മരങ്ങൾ ഉപയോഗിച്ചും വീട് കെട്ടിയിരുന്നു. അത്യാവശ്യം പാമ്പുകളെ തല്ലിക്കൊന്നിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിച്ചിരുന്ന മനുഷ്യൻ താൻ മാത്രമാണ് പ്രകൃതിയുടെ അധികാരി എന്നുള്ള വിധത്തിൽ പ്രകൃതി കൊള്ളയടിക്കാനുള്ളതാണ് തനിക്കൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം തൻ്റെ അധികാര പരിധിയിലാണ്, മറ്റ് ജീവജാലങ്ങൾക്കൊന്നും അവകാശമില്ല എന്ന് കണ്ട് ഭൂമിയെ കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മലയാളി ഈ സമീപ കാലങ്ങളിൽ മാറുന്നതിൻ്റെ ഭയാനകമായ നിദർശനങ്ങൾ ധാരാളം നമ്മുടെ ചുറ്റുമുണ്ട്. ഇതാരാണ് അനുഭവിക്കേണ്ടി വരിക? മറ്റു ജീവജാലങ്ങളില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നാളെ ജീവിക്കാൻ പറ്റാതെ വരിക. നീരാളിയൻ പോലുള്ള, ആനത്താര പോലെയുള്ള കഥകളിലൊക്കെ, തോക്ക് പോലുള്ള കഥകളിലൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്, മനുഷ്യനൊഴിച്ചുള്ള ജീവജാലങ്ങളെക്കുറിച്ച് പറയുമ്പോഴും മനുഷ്യന് ജീവിക്കാൻ സാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നീരാളിയൻ എന്ന് പറയുന്ന ഒരു കഥ എൻ്റെ വീട്ടിൻ്റെ കോളേജിൻ്റെയും അടുത്തായിട്ടുള്ള ഒരു കടൽ തീരത്ത് ഉള്ള നെയ്തൽ എന്ന ഒരു ആമ മുട്ടകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രത്തെ ആധാരമാക്കിയിട്ട് ഞാൻ സമീപകാലത്ത് ഒരു വർഷത്തിന് മുമ്പ് എഴുതിയിട്ടുള്ള കഥയാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ 10-15 കൊല്ലമായിട്ട് എനിക്ക് ഈ നെയ്തൽ കേന്ദ്രവുമായിട്ട് ബന്ധമുണ്ട്. അവിടെ ആമയുടെ മുട്ടകൾ വിരിയുന്ന സമയത്ത് എന്നെ വിളിക്കാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് കടലിലേക്ക് കുഞ്ഞുങ്ങളെ വിടാറുണ്ട്. പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ ഒരു തവണ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അവിടെ ബാംഗ്ലൂരിൽ നിന്നും സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് നടത്തിയൊരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ തിരിച്ചറിഞ്ഞ ഒരു വസ്തുത, ആമയുടെ മുട്ടകൾ വിരിയുമ്പോൾ ഇപ്പോൾ പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ആൺകുഞ്ഞുങ്ങൾ പ്രായേണ വളരെ കുറവായി വരുന്നു. പ്രകൃതിയിൽ ആൺ പെൺ അനുപാതം തെറ്റിയാൽ ആ വംശം തന്നെ ഇല്ലാതാകും. ആമയുടെ മുട്ടകൾ വിരിയുന്നത് താപനിലയുടെ അടിസ്ഥാനത്തിൽ ആണ്. മുട്ട വിരിയുമ്പോൾ കുഞ്ഞ് ആണായിരിക്കണോ പെണ്ണായിരിക്കണോ എന്ന് തീരുമാനിക്കുന്നത്. മറ്റു ജീവജാലങ്ങളെ പോലെ നേരത്തെ തീരുമാനിക്കുന്നില്ല. ആമയുടെ മുട്ടകൾ വിരിയുന്ന സമയത്ത് താപനിലയാണ് തീരുമാനിക്കുന്നത്. 29 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അന്തരീക്ഷത്തിലെ താപനില എങ്കിൽ കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങളായിട്ടും 34 ഡിഗ്രി സെൽഷ്യസ് വരെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ പ്രായേണ പെൺകുഞ്ഞുങ്ങളായിട്ടും വിരിയും എന്നാണ് ഈ സയൻറ്റിസ്റ്റുകൾ അന്ന് പറഞ്ഞത്. 34 ഡിഗ്രി സെൽഷ്യസിലും ചൂട് കൂടിയാൽ, ഇപ്പോൾ സമീപകാലത്ത് കേരളത്തിലെ ചൂട് 35 കഴിഞ്ഞ് പോകുന്നുണ്ട്, ഈ മുട്ടകൾ മുഴുവൻ ചീഞ്ഞു പോകും. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി, മനുഷ്യനുണ്ടാക്കിയ ഒരു സംഗതിയിൽ ഇല്ലാതാകാൻ പോകുന്നത് 200 കോടി കൊല്ലം മുൻപ് ഉണ്ടായ ഒരു സ്പീഷീസാണ്.
മനുഷ്യൻ്റെ വാല് മുറിഞ്ഞിട്ട്, കുരങ്ങൻ്റെ വാല് മുറിഞ്ഞിട്ട് മനുഷ്യനുണ്ടായി 1,00,000 വർഷമോ പരമാവധി 2,00,000 വർഷമോ ഒക്കെ ആയിട്ടുള്ളൂ. 1-2 ലക്ഷം വർഷം മുമ്പുണ്ടായ മനുഷ്യൻ 200 ലക്ഷമല്ല 200 കോടി കൊല്ലം മുമ്പ് ഭൂമുഖത്ത് ഉദയം ചെയ്ത ഒരു സ്പീഷീസിനെ അങ്ങനെ തന്നെ തുടച്ചു നീക്കുന്നുണ്ടെങ്കിൽ, അതിന് അധികാരം അവകാശം തനിക്കുണ്ട് എന്ന് മനുഷ്യൻ കരുതുന്നുണ്ടെങ്കിൽ എന്തൊരു വലിയ തെറ്റാണത്. അപ്പോൾ തവളയില്ലാതായി, ആമയില്ലാതായി, മറ്റൊരു ജീവി ഇല്ലാതായി, അടുത്ത സ്റ്റെപ്പിൽ നമ്മളാണ്, മനുഷ്യനാണ് നിൽക്കുന്നത്. മനുഷ്യന് നിൽക്കാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. മനുഷ്യനെ കുറിച്ച് കൂടിയാണ് ഈ കഥകൾ സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. മൃഗങ്ങളെ സംരക്ഷിക്കാനോ പക്ഷികളെ സംരക്ഷിക്കാനോ മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയിൽപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ ശപിക്കാതെ ജീവിക്കാൻ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതിക്കൊണ്ടേ ചെയ്യാൻ പറ്റും. രാഷ്ട്രീയ പ്രവർത്തകന് വേറൊരു വിധത്തിൽ, സാമൂഹ്യ പ്രവർത്തകന് വേറൊരു വിധത്തിൽ ചെയ്യാം. എഴുത്തുകാരന് ചെയ്യാൻ പറ്റുക കവിത എഴുതുകയോ കഥ എഴുതുകയോ പ്രബന്ധം എഴുതുകയോ ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ 2 മത്സ്യങ്ങൾ എന്ന കഥയിൽ പറയുന്ന ആ സ്ഥലങ്ങളൊക്കെ ശരിക്കും ഉള്ളതാണ്. ഹവായി കായലിൽ നിന്നും പുറപ്പെടുന്ന നെടുഞ്ചൂരി മത്സ്യം ശൂലാപ്പുകാവിൽ എത്തിച്ചേരുന്നു. ഹവായി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലുകളിൽ ഒന്നാണ്. ഏറ്റവും വലിയ 1-മത്തെയോ 2-മത്തെയോ കായലായിട്ടാണ് പറയുന്നത്. ഈ ഹവായി കായലിൽ വളരുന്ന മീനുകൾ മുട്ടയിടാനാകുമ്പോൾ, വേനൽ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ നീലേശ്വരം പുഴയിലേക്ക് കടന്ന് കുറേ ദൂരം പോയി പിന്നെ കുന്നു കയറാൻ തുടങ്ങും. അതിന് വെള്ളമൊന്നും വേണ്ട, ഈ വെള്ളത്തിൻ്റെ പശ മതി. അതിങ്ങനെ പൊയ്ക്കോളുമെന്നാണ്, ഞാൻ പോകുന്നത് കണ്ടിട്ടില്ല, ഞാൻ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ഇങ്ങനെ പോയി പല കുന്നുകൾ കടന്ന് ഈ ശൂലാപ്പുകാവിൽ വഴിതെറ്റാതെ എത്തിച്ചേരും. എന്തൊരു വിവേകമാണ്, എന്തൊരു തിരിച്ചറിവാണ് എന്ന് നോക്കുക. നമ്മൾ പറയും മനുഷ്യനാണ് ഏറ്റവും വലിയ ബുദ്ധിയെന്ന്, വിവരമുണ്ട്, പക്ഷേ വിവേകം മനുഷ്യനുണ്ട് എന്ന് എനിക്കൊരു കാലത്തും തോന്നിയിട്ടില്ല. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. മനുഷ്യന് വിവേകമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ജീവജാലങ്ങൾ പ്രദർശിപ്പിക്കുന്ന സുനാമി വരുന്ന സമയത്ത് എല്ലാ മൃഗങ്ങൾക്കും അറിയും സുനാമി വരുന്നുണ്ട് എന്ന്. പശുക്കളും നായ്ക്കളൊക്കെ ഒന്നിൻ്റെ മുകളിലേക്ക് പായും. മനുഷ്യൻ തിരയുടെ മുമ്പിൽ നിന്നിട്ട് വാ പൊളിച്ചിട്ട് നോക്കും എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ആർട്ടിക് ടേൺ എന്ന് പറയുന്ന ഒരു കൊച്ചു പക്ഷിയുണ്ട്. ഉത്തര ധ്രുവത്തിൽ നിന്നും 6 മാസം കൊണ്ട് ദക്ഷിണ ധ്രുവത്തിലേക്ക് വഴിതെറ്റാതെ പറക്കും. ആഫ്രിക്കയുടെ മുകളിലെത്തുമ്പോൾ 2 വഴിക്ക് പോയിട്ട് ഒരു ഭാഗം ഇന്ത്യ സമുദ്രത്തിന്റെ ഭാഗത്തൂടെയും ഒരു ഭാഗം ആഫ്രിക്കയുടെ കരയിലൂടെയും പോകും. എന്നിട്ട് ഒന്നിച്ചേർന്നിട്ട് വീണ്ടും പോകും. തിരിച്ചു വരുമ്പോഴിങ്ങനെ പറക്കും. നമ്മുടെ കുട്ടികൾക്ക് 2 പറമ്പിനപ്പുറത്ത് പോയിട്ട് തിരിച്ച് വഴിതെറ്റാതെ വരാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ ആമകൾ മുട്ട വിരിഞ്ഞ് കടലിലേക്ക് വിട്ടുകഴിഞ്ഞാൽ 16-20 കൊല്ലം കഴിഞ്ഞ് ഇതിലെ പെണ്ണാമകൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് 10,000-കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പല വൻകരകളും ചുറ്റി ഈ ആമകൾ നേരെ എങ്ങനെയാണ് കടലിലൂടെ വഴി കണ്ടുപിടിച്ചിട്ട് ഈ ഇന്ത്യയുടെ നേർക്ക് വന്ന് കേരളത്തിൻ്റെ നേർക്ക് വന്ന് കാസർഗോഡ് ജില്ലയുടെ നേർക്ക് തന്നെ വന്ന് മറ്റൊരു പഞ്ചായത്തിലേക്കും പോകാതെ നീലേശ്വരം പഞ്ചായത്തിലേക്ക് തന്നെ വന്ന് മരക്കാപ്പ് കടപ്പുറത്ത് തന്നെ വന്ന് ഈ മാതൃതീരത്ത് തന്നെ വന്ന് ഈ ആമകൾ മുട്ടയിടുന്നത്? അതിൻ്റെ അകത്തുള്ളൊരു അത്ഭുതമുണ്ടല്ലോ. അതിന് നമുക്ക് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടൊന്നും വിശദീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാവാം, പക്ഷെ ഒരു വിവേകമുണ്ട് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. വിവേകമുണ്ടെങ്കിൽ പ്രകൃതിയിലെ ജീവജാലങ്ങളെ ഇങ്ങനെ നശിപ്പിക്കാൻ, കുന്നുകളെ ഇങ്ങനെ കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കുമോ? നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ് അതിൻ്റെ അകത്ത് സംഭരണം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ ക്ലാസ്സിൽ കുട്ടികളെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ടീച്ചേഴ്സിനൊക്കെ അറിയാവുന്ന, നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണത്. പക്ഷേ ഈ ഒരു ബോധ്യം എന്തുകൊണ്ട് സമൂഹത്തിന് ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് നമ്മെ നയിക്കുന്ന ആളുകൾക്ക് ഏത് ഭരണം വന്നാലും
ഉണ്ടാകുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അത്തരം പ്രശ്നങ്ങളാണ് എൻ്റെ രചനകളിലൂടെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ശൂലാപ്പ് കാവ് കാണാൻ ഞാൻ പോകുന്നത് ഒരു 5-6 കൊല്ലം മുമ്പാണ്. അപ്പം അവിടെ ഈ എൻഡോസൾഫാൻ ഏരിയ ആണെന്ന് നിങ്ങൾക്കറിയാം. ചീമേനി പഞ്ചായത്തും അതിൽപ്പെടും, 11 പഞ്ചായത്ത്. അപ്പം അവിടെ പല വീടുകളിലും പോകുന്ന ഒരു സമയത്ത്, അത് ഏത് സന്ദർഭത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ്, അപ്പം അവിടെ ശില്പേൻ്റെയൊക്കെ വീട്ടിൻ്റെ അടുത്താണ് ഈ കാവ്. ശില്പ എന്ന് പറയുന്നത് ഒരു എല്ല് പൊടിയുന്നൊരു കുട്ടിയാണ്. തൊട്ടാൽ എല്ല് പൊട്ടും. അപ്പോൾ നിലവിളിയാണ്. ആ കുട്ടിയുടെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ ആ കുട്ടിയുടെ ചേച്ചി ശാലിനി, അന്ന് 8ാം ക്ലാസ്സാണ്. ആ കുട്ടി ഇപ്പോൾ +2 കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച വിളിച്ചു. അന്ന് 8ാം ക്ലാസ്സാണ്. 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ആണ്. അപ്പം ആ കുട്ടി ഈ അനിയത്തിക്ക് വേദന സഹിക്കാൻ പറ്റാതാകുമ്പോൾ സ്വന്തം കവിതകൾ എഴുതിയിട്ട് അവളെ പാടിക്കളിപ്പിക്കും. സ്വയം നല്ല കവിതകളാണ്, ഡയറിയിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത കവിതകൾ എഴുതിയിട്ട് അനിയത്തിയുടെ എല്ല് പൊട്ടുന്ന സമയത്ത്, വേദന സഹിക്കാൻ കഴിയാത്ത സമയത്ത് തുറക്കെ പാടുക, എന്നിട്ടൊരു ശാന്തി കൊടുക്കുക, സമാധാനം കൊടുക്കുക. ആ വീട്ടിൽ പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പോയി വരുന്ന സമയത്തായിരിക്കണം ഞങ്ങൾ 3-4 പേര്, അവിടെയുള്ളൊരു മുരളി മാഷ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ചിമേനിയിൽ. മാഷ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നൊരു മാഷാണ്. മാഷ് ഞങ്ങളൊക്കെ ഒരു 5-6 പേര് പോയി ശൂലാപ്പ് കാവിൽ പോകുന്നത്. എന്നാൽ ജലാശയം കണ്ടു. പണ്ട് അനേകം ഏക്കറുകളിൽ വിസ്തരിച്ച് കിടന്ന ആ കാവ് ഇപ്പോൾ വെറും ഒരു 10 സെന്റ് സ്ഥലത്തേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അന്ന് ഞങ്ങൾ കാണുമ്പോൾ കപ്പണക്കുഴികൾ, കല്ലുവെട്ട് കുഴികൾ ചുറ്റും വന്നിരിക്കുന്നു. റബ്ബർ തോട്ടം ഒരു ഭാഗത്തു നിന്ന് വരുന്നു, മറ്റൊരു ഭാഗത്തു നിന്ന് മരം വെട്ടൽ വരുന്നു. ഇങ്ങനെ താമസിയാതെ ആ കാവ് ഇല്ലാതാവും. ആ ജലാശയം വറ്റും. ഈ ജലാശയം വറ്റിക്കഴിഞ്ഞാൽ നെടുംചൂരികൾ എങ്ങോട്ട് പോകും? ഇതെന്നെ വല്ലാതെ ഉറക്കം കെടുത്തിയൊരു വിഷയമാണ്. പക്ഷെ അത് എഴുതിയില്ല എന്നേ ഉള്ളൂ, എഴുതാൻ പറ്റിയില്ല. എപ്പോഴും അത് മനസ്സിലേക്ക് വരും. ഈ മീനുകൾ എങ്ങോട്ട് പോകും? എങ്ങനെ മുട്ടയിടും? മീനുകളുടെ ദുഃഖം നമ്മളത് പൊതുജനം അങ്ങനെ ആലോചിക്കാറില്ല. മീൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കറി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. പക്ഷേ മീനുകൾ എവിടെ മുട്ടയിടുമെന്നുള്ളത് എൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ മീനുകളുടെ ഈ ദേശസഞ്ചാരത്തെക്കുറിച്ചൊക്കെ കുറേ പുസ്തകങ്ങൾ വായിക്കുകയും കുറേ നോട്ട്സുകൾ ഉണ്ടാക്കുകയും പല ആളുകളായിട്ട്, അറിയുന്ന ആളുകളായിട്ട് സംസാരിക്കുകയും കുറേ പേജുകളിൽ കുറിപ്പുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു വെച്ചു പലപ്പോഴായിട്ട്. പക്ഷെ കഥ എഴുതുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമീപകാലത്ത് പെട്ടെന്നൊരു ദിവസം അത് എഴുതണമെന്ന് തോന്നുന്നത്. അപ്പോൾ ഈ ഫയല് പരുത്തിയിട്ട് കിട്ടുന്നില്ല, കാണാനില്ല, സാധനം കാണാനില്ല. പെട്ടെന്ന് കഥ എഴുതി, ഒറ്റയടിക്ക് കഥ എഴുതി പ്രസിദ്ധീകരിച്ച് വന്നപ്പോഴാണ്, കുറേ കഴിഞ്ഞിട്ടാണ്, ഈ അടുത്ത കാലത്താണ് ഫയല് പുറത്തേക്ക് വരുന്നത്. എനിക്ക് തോന്നി ഒരുപക്ഷെ ഫയലൊക്കെ വെച്ചിട്ട് എഴുതിയിരുന്നെങ്കിൽ കഥ വേറൊരു വഴിക്ക് പോയി നന്നാവുമായിരുന്നില്ല. അതുകൊണ്ട് കാണാത്ത നന്നായി എന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് ഈ 2 മത്സ്യങ്ങൾ എന്ന കഥ ഉണ്ടാകുന്നത്. ഒരു നിലവിളിയുടെ താങ്ങുപോലുമില്ലാത്തവരെ കടലെടുക്കുകയോ ഭ്രാന്തെടുക്കുകയോ ചെയ്യുമെന്നും വേദനകൾ മറികടക്കാനുള്ള ഉപായ നൗകയാണ് കല എന്നും താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ട്. താങ്കളുടെ പ്രധാനപ്പെട്ട കൃതികളുടെ അടിസ്ഥാനത്തിൽ ഈ നിരീക്ഷണത്തെ ഒന്ന് വിശദീകരിക്കാമോ? എഴുത്ത് എന്ന് പറയുന്നത് നിലവിളി തന്നെയാണ്. ജന്മഗജ എഴുതുന്ന ഘട്ടത്തിൽ പലപ്പോഴും ഞാൻ നിശബ്ദമായി നിലവിളിച്ചുകൊണ്ടിരുന്നു. ജന്മഗജ എഴുതി അവസാനിപ്പിച്ചപ്പോൾ ഞാൻ എൻ്റെ പേന ഒടിഞ്ഞു പോകുന്ന വിധത്തിൽ, കടലാസ് കീറുന്ന വിധത്തിൽ വരയ്ക്കുകയും ഇനി ഒരിക്കലും ഞാൻ നോവൽ എഴുതില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. കാരണം ആ നോവലെഴുത്ത് മാനസികമായിട്ടെന്നോ ശാരീരികമായിട്ടെന്നതിനേക്കാളും മാനസികമായിട്ട് തന്നെ തകർത്ത് കളഞ്ഞിരുന്നു. മരക്കപ്പും ഏത് രചനയും അങ്ങനെയാണ്. കാരണം നമ്മളത് മാനസികമായിട്ട് നമ്മളെ വല്ലാണ്ട്
തകർക്കുന്നുണ്ട്. അപ്പോൾ അസ്വാസ്ഥ്യങ്ങളെ നമുക്ക് ഉടഞ്ഞു കളയാനുള്ളൊരു വഴി എഴുത്തുകാരന് എഴുതുകയാണ്, പാട്ടുകാരന് പാടുകയാണ്, വായിക്കുന്നവന് വായനയാണ്. ഞങ്ങളുടെ അവിടെ ഒരു തെയ്യമുണ്ട്. തെയ്യം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കഥകളിൽ എഴുതാൻ ഭാഗ്യമുണ്ടായത് എനിക്കാണ്. തെയ്യം തോട്ടിൻകര ഭഗവതിയാണ്. പലരും കേട്ടിരിക്കാൻ സാധ്യതയില്ല. ഈ തെയ്യം ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടാണ്. മരിച്ച ആളുകളാണല്ലോ തെയ്യമായിട്ട് വരുന്നത്. ഈ അമ്മ തൻ്റെ 2 കുഞ്ഞുങ്ങൾ അപ്രതീക്ഷിതമായിട്ട് മരണപ്പെട്ടപ്പോൾ ആ ദുഃഖം സഹിക്കാൻ കഴിയാതെ മറ്റൊരു വഴിയുമില്ലാതെ ഈ അധസ്ഥിതയായ അമ്മ കാവ്യപാരായണം, പുരാണപാരായണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പുരാണപാരായണം ചെയ്യുന്നത് തമ്പുരാൻ അറിഞ്ഞിട്ട് അധസ്ഥിതരായവർ പാടാനോ വായിക്കാനോ പാടില്ലാത്തത് കൊണ്ട് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഈ പാവം സ്ത്രീ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ദുഃഖം, തമ്പുരാനെ മറ്റൊരു വഴിയും എൻ്റെ മുന്നിലില്ല. ഈ കാവ്യപാരായണം ചെയ്തുകൊണ്ട് എൻ്റെ ഉള്ളിലെ തീ കെടുത്താൻ എനിക്ക് മറ്റൊരു വഴിയുമില്ല. തമ്പുരാൻ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. തമ്പുരാൻ പരിഹസിച്ച് ചിരിച്ചു. എന്ത് തീ? എത്രമാത്രം തീ? അന്നേരം പാവം സ്ത്രീ പറഞ്ഞു, തമ്പുരാൻ ഒരു മണ്ണിൻ്റെ കലം, കുറച്ച് നെല്ലും. ഈ അമ്മ മണ്ണിൻ്റെ കലം തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് അതിൽ നെല്ല് ഇടുകയാണ്. ചട്ടി ചൂടായി, നെഞ്ചിൻ്റെ അമ്മയുടെ ഹൃദയത്തിൻ്റെ ചൂട് കൊണ്ട് ചട്ടി തിളക്കുകയും നെല്ല് മലരാവുകയും പൊട്ടിത്തെറിച്ച് മലരാവുകയും ചെയ്യുന്ന സമയത്ത് ഈ ചൂട് കൊണ്ട് ഈ സ്ത്രീയുടെ ഉടലിൽ തീപിടിക്കുകയും ഉടൽ കത്താൻ തുടങ്ങിയപ്പോൾ സ്ത്രീ ഓടിപ്പോയി തോട്ടിൽ വെള്ളത്തിൽ ചാടുകയും ചത്തുപോവുകയും ചെയ്തിട്ടാണ് ഈ അമ്മ വടക്കേ മലബാറിൽ ഞങ്ങൾ തോട്ടിൻകര ഭഗവതിയായിട്ട് തൊഴുത് നിൽക്കുന്നത്. ഇപ്പോൾ കാവ്യ പാരായണമാവട്ടെ, കാവ്യമെഴുത്താവട്ടെ, അതിൻ്റെ പിന്നിൽ ഈ ഒരു വലിയ നിലവിളി ഉണ്ട്. അങ്ങനെ നിലവിളിക്കാൻ കഴിയാത്തവരാണ് കയറ് തേടുകയോ തീവണ്ടിയുടെ മുമ്പിലേക്ക് പോവുകയോ ചെയ്യുന്നത്. അതും സാധിക്കാത്തവർക്ക് ഭ്രാന്ത് എന്ന അനുഗ്രഹം ഉണ്ടാകും. അതിനും കഴിയാത്തവരാണ് എഴുത്തുകാരായിട്ട് ശപിക്കപ്പെട്ട ജന്മമാണതൊരു അർത്ഥത്തിൽ. ഇത്തരം സന്ദർഭങ്ങളിൽ സന്തോഷമുണ്ടാകുമെങ്കിലും ജന്മഗജ എഴുതുന്ന 2.5 കൊല്ലവും മരക്കാപ്പ് എഴുതുന്ന 3 കൊല്ലവും വലിയ അസ്വാസ്ഥ്യമാണ്. വീട്ടിലെ നമ്മൾ ക്ഷുഭിതനാവും. സുഹൃത്തുക്കളോടൊക്കെ നേരാവണ്ണം പെരുമാറിയെന്ന് വരില്ല. കോളേജിൽ നേരാവണ്ണം ക്ലാസ് എടുത്തു എന്ന് വരില്ല. പ്രശ്നങ്ങളുണ്ടാവും, മൊത്തം പ്രശ്നങ്ങളായിരിക്കും. അപ്പം അങ്ങനെ ഒരു ശപിക്കപ്പെട്ടതുപോലെ ഉള്ളൊരു ജന്മം എഴുത്തുകാർക്കൊക്കെ ഉണ്ട്. അത് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. നമ്മൾ എഴുത്തുകാരെ കാണുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് അവരുടെ വ്യക്തിപരമായൊരു ജീവിതത്തിൽ ഒന്ന് തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കത്തുന്ന ചട്ടി തലയിൽ വെച്ചതുപോലെ എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ വിധിയെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ നിലവിളിയെ കാവ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ ധർമ്മം. അതിന് ഞാൻ ചെറുതായി ശ്രമിച്ചു. മരക്കാപ്പിലെ തെയ്യങ്ങളുണ്ടായി, ജന്മഗജയുണ്ടായി, 2 മത്സ്യങ്ങളുണ്ടായി. അങ്ങനെ ചില ചെറിയ വിനീതമായ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഇന്ദുലേഖയിൽ കൂടി മലയാള നോവൽ കുലപതി കേരളീയ സാമൂഹ്യ പരിവർത്തനമാണ് ലക്ഷ്യം വെച്ചത്. അങ്ങയുടെ ഇന്ദുലേഖ 2ാം ഭാവം എന്ന കഥയിൽ ആക്ഷേപഹാസ്യത്തിൽ കൂടി സമകാലിക സാമൂഹ്യ ജീവിതത്തെ തന്നെ അതിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നു.
ഇന്ദുലേഖയിലെ കഥാപാത്രങ്ങൾ പുതിയ കാലത്ത് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ തുടങ്ങുന്നതിന് പൊങ്ങുമൂട് കവലയിൽ വെച്ചിട്ട് ആണ് അവർ കാണുന്നത്. പൊങ്ങുമൂട് എന്നുള്ളത് തന്നെ ചന്തുമേനോൻ ഏത് കാൽപ്പനികതയാണോ അവതരിപ്പിച്ചത് അതിനെ പൊളിക്കുന്ന വാക്കാണ് പൊങ്ങുമൂട് എന്നുള്ളത്. ആ വാക്ക് തൊട്ട് ഇന്ദുലേഖ എന്ന ഒരു കൃതിയെ പുനരെഴുതുക മാത്രമല്ല, നമ്മുടെ കേരളീയ പരിസരത്തിൽ പെൺ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റം, നമ്മുടെ നൈതിക ബോധത്തിൽ വന്നിട്ടുള്ള മാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ 1987 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു കഥയാണ്. അന്ന് പോസ്റ്റ് മോഡേൺ ചർച്ചകളൊന്നും മലയാളത്തിൽ വന്നിട്ടില്ല. പുനരെഴുത്തിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു പുനരെഴുതിയ ആദ്യത്തെ ഒരു കഥ അതായിരിക്കണം മലയാളത്തിൽ. വേറെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ചെറിയ വായനയിൽ. പിന്നീട് ധാരാളം പുനരെഴുത്തിൻ്റെ രചനകളിൽ തന്നെ ഉണ്ടായി, കഥകൾ ധാരാളം ഉണ്ടായി. മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന നോവൽ, ചെമ്മീൻ എന്ന നോവലിൻ്റെ പുനരെഴുത്താണ്. വേണമെങ്കിൽ എന്മകജ എന്ന നോവലിൽ മഹാഭാരതം അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. മഹാഭാരതത്തിൻ്റെ ഒരു പുനരെഴുത്തിനുള്ള ശ്രമമായിട്ടും കുറേ കഥാപാത്രങ്ങൾ പരീക്ഷത്തുണ്ട്, ബാലകില്യന്മാരുണ്ട്, കഥകളുണ്ട്. നോവലിലെ പ്രധാനപ്പെട്ട കഴുത കഥാപാത്രം മഹാഭാരതത്തിൽ നിന്ന് വരുന്ന കഥാപാത്രമാണ്. അത് ചെയ്യണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല, ഒരിക്കലുമല്ല. ചെമ്മീൻ എഴുതുന്ന ഏതോ ഒരു ഘട്ടത്തിൽ, മരക്കാപ്പ് എഴുതുന്ന ഏതോ ഒരു ഘട്ടത്തിൽ ചെമ്മീൻ അങ്ങ് കയറി വന്നിട്ട് അതിൻ്റെ ഭാഗമായി മാറുകയാണ്. അതുപോലെ പിന്നെ എന്മകജ എഴുതുന്ന സമയത്ത് മഹാഭാരതം കയറി വരികയായിരുന്നു. മഹാഭാരതം അതിൻ്റെ മുഴുവൻ രൂപത്തിൽ, വലിയ രൂപത്തിൽ തന്നെ 2 തവണ മുഴുവൻ അനേകം മാസങ്ങളെടുത്ത് വായിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മഹാഭാരതം നന്നായി പരിചയമുള്ളത് കൊണ്ട് അത് അനായാസം കയറി വരികയായിരുന്നു. അനായാസമായിട്ടല്ല, ബലത്തോടു കൂടിയിട്ടാണ് ഒരു കൃതിയെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ കൃതി പരാജയപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കഥ എഴുതാം, അതിൽ തകഴിയുടെ എന്ന കഥ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അബദ്ധം പറ്റും. അതുപോലെ ആനത്താര എന്ന കഥയിൽ 2012 ഏറ്റവും മികച്ച കഥയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആനത്താര എന്ന കഥയിൽ 2 കഥകൾ, MT വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവും വൈലോപ്പള്ളിയുടെ സഖ്യൻ്റെ മകൻ എന്ന കവിതയും എൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് രഹസ്യമല്ല, അത് വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, മറച്ചു വെച്ചൊരു കാര്യമല്ലത്. ഇന്ദുലേഖ 2-ാം ദിവസം എന്ന കഥ വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയിട്ടുള്ള പുതിയ ഒരു കാലത്തിൻ്റെ ഒരു ഇതിനൊക്കെ ഈ രചനകൾക്കൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. ഇന്ദുലേഖ 2-ാം ദിവസം എന്ന കഥ എഴുതുന്നത് ഞാൻ കോളേജിൽ ചേർന്നൊരു കാലത്താണ്. എനിക്കന്ന് 10-24 വയസ്സൊക്കെ ഉള്ളൂ, ചെറിയ പ്രായമാണ്. അപ്പോൾ ഇന്ദുലേഖയെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നു. 1 മണിക്കൂർ നേരം നന്നായി ആ സമയത്തൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പുതിയ പുതിയ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ലക്ഷ്യം. ആരും പറയാത്ത കാര്യങ്ങളൊക്കെ പറയണം, നല്ല സന്തോഷം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സൊക്കെ അടിച്ച് ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് അന്ന് എന്തൊക്കെ പുതിയ ചില പോയിന്റ്സൊക്കെ പറഞ്ഞു. അതായത് കല്യാണിക്കുട്ടിയെ സൂര്യ നമ്പൂതിരിപ്പാട് കൊണ്ടുപോയി, ഇന്ദുലേഖ തടുത്തു, ഇന്ദുലേഖ രക്ഷപ്പെട്ടു. പക്ഷേ ഇന്ദുലേഖയുടെ അനന്തരവളായിട്ട് വരുന്ന കല്യാണിക്കുട്ടി എന്ന കൊച്ചു പെൺകുട്ടിയെ കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് ഇന്ദുലേഖ തടുത്തില്ല? ഇന്ദുലേഖ സ്വാർത്ഥയല്ലേ? ഇന്ദുലേഖയുടെ സ്ത്രീ പക്ഷപാതത്തിന് ശുദ്ധിയുണ്ടോ എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് ക്ലാസ് എടുത്തത്. ക്ലാസ് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഭയങ്കരമായിട്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ പിന്നാലെ വന്നു. ആ പെൺകുട്ടി 1-2 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, സാറിന് എന്തറിയാം ഫെമിനിസത്തെ കുറിച്ച്? ആദ്യത്തെ ചോദ്യം. ഞാൻ ഐസായി, എൻ്റെ പ്രായം അതാണ്. അന്ന് നിൽക്കുന്നത് വളരെ ബോൾഡായ സുന്ദരിയായ ഒരു പെൺകുട്ടി. എൻ്റെ 4-1 തൻ്റെ ഇടം എനിക്ക് ഇല്ല. സാറെന്താ വിചാരിച്ചത്? കല്യാണിക്കുട്ടിക്ക് ഇഷ്ടമാണെങ്കിലോ? സൂര്യ നമ്പൂതിരിപ്പാടിന് എത്ര ആസ്തിയുണ്ട് ആണ് 2ാമത്തെ ചോദ്യം. പറഞ്ഞവള് പോയി. ഞാൻ ഇരുന്ന് പോയി, സത്യം പറഞ്ഞ ഐസായി പോയി. ഞാനെന്നിട്ട് ഒരു ലേഖനം എഴുതിയിട്ട് ഇതിൻ്റെ അസ്വസ്ഥത തീർക്കാനാണ് നമ്മൾ എഴുതുന്നത്. വനിതയ്ക്ക് അയച്ചു. വനിത എൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടൊന്ന് കുട്ടിക്ക് ഇഷ്ടമാണെങ്കിലോ എന്നും പറഞ്ഞിട്ട് ഒരു സാധനം എഴുതി. എന്നിട്ടും എൻ്റെ അസ്വാസ്ഥ്യം തീരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇന്ദുലേഖ 2-ാം ദിവസം എന്ന കഥ എഴുതുന്നത്. സർ, 2 മത്സ്യങ്ങളിൽ
പൂവാലിയും അഴകനും പവിത്രമായ സ്നേഹദാമ്പത്യങ്ങളുടെ പ്രതീകമാണ്. സ്ത്രീയെ അടിമയാക്കുന്ന ചടങ്ങാണ് വിവാഹം എന്ന് നീലകണ്ഠകനെ കൊണ്ട് പറയിപ്പിക്കുന്ന അങ്ങ് ലിവിങ് ടുഗദർ പോലുള്ള പുതിയ കാല കാഴ്ചപ്പാടുകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അഴകനും പൂവാലിയും കല്യാണം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കുന്നവരാണ് എന്ന് ഞാൻ ആ കഥയിൽ എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾ പാഠപുസ്തകത്തിൽ ചേർക്കോ? ചേർക്കില്ല. പിന്നെ ആ കഥയെ സംബന്ധിച്ചിടത്തോളം ഇത് വേറൊരു പശ്ചാത്തലത്തിലാണ് വരുന്നത്. വിശദമായിട്ട് പറയേണ്ട ഒരു ഉത്തരമാണ്. ഈ കഥയെ സംബന്ധിച്ചിടത്തോളം ഒരു ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കുന്നു. അവർക്ക് ദാമ്പത്യത്തിലാണെന്ന് നമ്മൾ പറയുന്നതല്ലേ. മത്സ്യങ്ങൾക്ക് അറിയില്ലല്ലോ, ഒരു മാലയൊന്നും ഇട്ടിട്ടില്ലല്ലോ, മോതിരമില്ല. മത്സ്യങ്ങൾക്ക് അറിയില്ലല്ലോ. നമ്മൾ പറയാണ് ചെയ്യുന്നത്, എല്ലാം നമ്മൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. മത്സ്യങ്ങളെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നീ ഇനി ശ്രദ്ധിക്കേണ്ട കാലമാണ്, നീ ഗർഭിണിയാണ്, നമ്മൾ പറയുന്നതാണ്. മത്സ്യങ്ങൾക്ക് അതെന്താണ്? മത്സ്യങ്ങൾക്ക് അതൊന്നും വിഷയമല്ല. അപ്പം നമ്മുടെ ഒരു വിവാഹ സങ്കല്പം അവരിൽ ആരോപിക്കുക ചെയ്യുന്നത്, മത്സ്യങ്ങളിൽ ആരോപിക്കുക ചെയ്യുന്നത്. കാരണം ഇത് വായിക്കേണ്ടത് വായനക്കാരാണ്. മത്സ്യങ്ങൾ വായിക്കൂല. മത്സ്യങ്ങൾ ഈ കഥ ഒരിക്കലും വായിക്കൂല. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കഥ എഴുതുന്നത്? അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭാഷയും അവരുടെ പ്രേമത്തിന്റെ ചിഹ്നങ്ങളും ഒക്കെയാണ് കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മത്സ്യങ്ങളുടെ പ്രണയത്തിന്റെ ചിഹ്നങ്ങൾ അങ്ങനെയൊന്നും ആയിക്കൊള്ളുന്നില്ല. അതെഴുതിയാൽ കഥയിൽ വിജയിക്കൂല. കാരണം വായനക്കാർക്ക് അത് ഇഷ്ടാവില്ല. വായനക്കാർക്ക് ഉമ്മ വെച്ചു എന്ന് വേണം, ഇഷ്ടാവും. മത്സ്യങ്ങൾക്കിടയിൽ വേറെന്തെങ്കിലും കോഡുണ്ടെങ്കിൽ അതെഴുതിയാൽ വായനക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് മനുഷ്യവൽക്കരിച്ച് പറയുക എന്നുള്ളത് എഴുത്തുകാരൻ്റെ ഒരു ആവശ്യമാണ്. കാരണം എനിക്ക് എന്താണോ പറയാനുള്ളത് അത് വായനക്കാരിൽ എത്തിക്കാനുള്ള ഒരു മീഡിയ മാത്രമാണ് ഈ ദാമ്പത്യവും പ്രണയവും. ലക്ഷ്യമല്ല. എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മീനുകൾ എവിടെ മുട്ടയിടും, ശൂലാപ്പ് കാവ് ആരാണ് നശിപ്പിക്കുന്നത്, ശൂലാപ്പ് കാവിലെ ജലാശയം എങ്ങനെ വറ്റിപ്പോയി, എന്തുകൊണ്ട് ഒരു തവള ഇങ്ങനെ ജീവിക്കുന്നു, ഇത്രകാലം ജീവിക്കുന്നു, ബുദ്ധൻ എന്നൊരു സങ്കല്പം എന്താണ് നമുക്ക് പറഞ്ഞു തന്നത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബുദ്ധൻ നമ്മളോട് പറഞ്ഞത് എന്താണ്, ഒരു കിളിമകൾ എന്താണ് ചെയ്യേണ്ടത്, ഒരു പാരിസ്ഥിതിക ദർശനം, ഒരു പാരിസ്ഥിതിക വിവേകം നമുക്ക് കഥയിലൂടെ കിട്ടണം. അതാണ്. എന്നിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് മീൻകറി കഴിച്ചിട്ട് ചോറ് തിന്നും, അത് വേറെ കാര്യം. അതുകൊണ്ട് ആ കഥ വായിച്ചിട്ട് ആ പ്രദേശത്തുള്ള 3-4 ചെറുപ്പക്കാർ ആദ്യം എൻ്റെ കൂടെ ആ പയ്യനല്ല, വേറൊരു പയ്യൻ, ഞാൻ ഇനി മീൻ തിന്നില്ല എന്ന് പറഞ്ഞു. വേറൊരു പയ്യൻ എന്നോട് പറഞ്ഞു മീൻ കൊത്താൻ പോകുന്നൊരു പയ്യൻ പറഞ്ഞു. കഥ വായിച്ചിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ മീൻ കൊത്താൻ പോയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടമായി, ഇനി ഞാൻ ആ ഭാഗത്തേക്ക് പോകില്ല. അപ്പം അത്തരം അനുഭവങ്ങൾ, മീൻ തിന്നാൻ പാടില്ല എന്ന് നമ്മൾ കഥയിൽ പറയുന്നില്ലല്ലോ. മീൻ നമ്മൾ തിന്നും. പക്ഷെ മീനിൻ്റെ ഒരു പ്രജനന കേന്ദ്രം മുഴുവൻ അടിച്ചു പൊളിച്ചിട്ട് അതല്ലല്ലോ ചെയ്യേണ്ടത്. ഒരു വംശത്തെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? വിവാഹം എന്നൊരു വ്യവസ്ഥ നമുക്കറിയാവുന്നത് പോലെ അത് മിക്കപ്പോഴും ഒരു മെയിൽ ഡോമിനേഷൻ്റെ ഒരു സാഹചര്യത്തിൽ സ്ത്രീയെ ഒതുക്കി നിർത്താനുള്ള ഒരു സംഗതിയാണ്. മിക്കവാറും കുടുംബങ്ങളിലും, എല്ലാ കുടുംബങ്ങളിലും എന്ന് ഞാൻ പറയില്ല, സ്ത്രീയുടെ ചിറകുകൾ അരിഞ്ഞു കളയുന്നൊരു വ്യവസ്ഥയാണ് നമ്മൾ ദാമ്പത്യമെന്ന് പറയുന്നത്. ഇത് നീലകണ്ഠൻ ഇങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നീലകണ്ഠൻ ഞാൻ ഒരു സ്ത്രീയെയും വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ചു വെച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ദാമ്പത്യം, വിവാഹം എന്നുള്ളൊരു കയറ് നിന്റെ കഴുത്തിൽ കുരുക്കിയിട്ട് ഞാൻ നിന്നെ ബന്ധിതയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്നിച്ച് ജീവിക്കാം.
അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാടുകളില്ലാതെ ഒന്നിച്ച് ജീവിക്കാം. അതാണ് നീലകണ്ഠൻ മുന്നോട്ട് വെക്കുന്ന ഒരു വ്യവസ്ഥ. ഈ വ്യവസ്ഥ, വിവാഹം എന്ന സമ്പ്രദായം പിന്നീട് വന്നതാണ്. ആദിമ സമൂഹങ്ങളിൽ വിവാഹം ഉണ്ടായിരുന്നില്ല. ആ ഒരു അരാജകവാദത്തിൽ നിന്നും ഈ സ്വത്ത് കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിലേക്ക് വരുമ്പോഴാണ് വിവാഹം പോലുള്ള ഏർപ്പാടുകൾ വരുന്നത്. പുരുഷൻ അധികാര സ്ഥാനത്തേക്ക് വരുമ്പോഴാണ് വിവാഹം എന്ന വ്യവസ്ഥ കൂടുതൽ ശക്തമായി തീരുന്നത്. ഇതൊക്കെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് നീലകണ്ഠൻ, ഇത് പൂർണ്ണമായിട്ടും എൻ്റെ ഉത്തരം പൂർണ്ണമായിട്ടും ശരിയാവുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം എന്മകജയിൽ ഞാൻ ഇതിൻ്റെ ഉത്തരം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. മറക്കാൻ ശ്രമിച്ചൊരു പുസ്തകമായതുകൊണ്ട് പലതും പറയുമ്പോൾ ഓർമ്മ വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നീലകണ്ഠൻ ദേവയാനിയോട് പറഞ്ഞത് നമുക്ക് വിവാഹം കഴിക്കാതെ ഒന്നിച്ച് ജീവിക്കാം. ഗർഭപാത്രം നീക്കം ചെയ്യാൻ പറയുന്നത് മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരത ഇനി നമ്മളൊരു കുഞ്ഞിനെ കൂടെ ഉണ്ടാക്കിച്ചിട്ട് കൂട്ടിക്കൊടുക്കേണ്ടതില്ല, അതിനെ കൂട്ടേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ഗർഭപാത്രം നീക്കം ചെയ്യാൻ പറയുന്നത്. പക്ഷേ നോവലിൻ്റെ അവസാനം നീലകണ്ഠന് മനസ്സിലാവുന്നു താൻ ചെയ്തത് വലിയ തെറ്റാണ്. ഗർഭപാത്രം നീക്കം ചെയ്യുക എന്ന് പറയുന്നത് പ്രകൃതിയെ നിഷേധിക്കലാണ്, പ്രകൃതിയുടെ ധർമ്മത്തെ നിഷേധിക്കലാണ്. പ്രകൃതി കൊടുത്തതാണ്, പുരുഷൻ കൊടുത്തതല്ല ഗർഭപാത്രം, പ്രകൃതി നൽകുന്നതാണ്. പ്രകൃതി ഗർഭപാത്രം നൽകുന്നത് പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ബന്ധപ്പെടുന്നത് അടുത്ത തലമുറ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത് മനുഷ്യനിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും ചെടികളിലും മരങ്ങളിലും ഒക്കെയുള്ളൊരു സംഗതിയാണ്. അങ്ങനെയാണ് പ്രകൃതി മുന്നോട്ട് പോകുന്നത്. അതിനെ തടയാൻ താൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് നീലകണ്ഠന് കുറ്റബോധം ഉണ്ടാവുകയും നീലകണ്ഠൻ ദേവയാനിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. അത് രണ്ട് അവസ്ഥയിലാണ് രണ്ട് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് കൊണ്ട് ഒറ്റനോട്ടത്തിൽ വൈരുദ്ധ്യം ഉണ്ട് എന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സൃഷ്ടിയിൽ മാത്രമല്ല, അവരുടെ പേര് സ്വീകരിക്കുന്നതിലും അങ്ങ് സൂക്ഷ്മത പാലിക്കുന്നുണ്ട്. പരീക്ഷത്ത്, നീലകണ്ഠൻ, ദേവയാനി, അഴകൻ, പൂവാലി, ഇങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ. ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഈ കഥ എഴുതും അഴകനും പൂവാലി ഇങ്ങനെ വന്നതാണ്. കാരണം കാരൂരിനെ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി കാരൂരിനെ വീണ്ടെടുത്ത് വായിച്ചിട്ടുമില്ല. നീലകണ്ഠൻ വാസ്തവത്തിൽ അത് വളരെ യാദൃശ്യമായിട്ട് കിട്ടിയ പേരാണ്. കാരണം വേറെ പല പേരുകളിലുമാണ്. ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെ എഴുത്തിൽ വിശ്വനാഥൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ ശിവൻ ഉള്ളൊരു പേര് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ലോകത്തെ രക്ഷിക്കാൻ നീലകണ്ഠനായ ശിവൻ, വിഷം ആഹരിച്ച ശിവൻ, അത് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ശിവൻ എന്നുള്ള പേരും പറ്റൂല. അതുകൊണ്ട് വിശ്വനാഥൻ, അങ്ങനെയുള്ള പേരുകളാണ് ഞാൻ ആദ്യത്തെ എഴുത്തിൽ ഉപയോഗിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ അതും എൻ്റെ കുട്ടികളിൽ നിന്നും കിട്ടിയൊരു സംഗതിയാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുമ്പോൾ ഇതുപോലെ നന്നായി വായിക്കുന്ന കഥകളൊക്കെ നന്നായിട്ട് എഴുതുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ, എല്ലാ കാലത്തും എൻ്റെ കോളേജിൽ ഒരുപാട് കുട്ടികൾ എഴുതുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. സന്തോഷ് ചേച്ചിക്കാനും എൻ്റെ സ്റ്റുഡൻ്റാണ്. അവൻ കവിത എഴുതിക്കൊണ്ടാണ് എൻ്റെ കോളേജിൽ വന്നത്. ഞാനാണ് അവൻ ഈ കവിത എഴുതേണ്ട, കഥ എഴുതിയാൽ മതി എന്ന് പറയുന്നത്. അവൻ പല ഇൻ്റർവ്യൂവിലും അത് പറഞ്ഞിട്ടുണ്ട്. പി.വി. ഷാജികുമാർ എൻ്റെ സ്റ്റുഡൻ്റാണ്. ബിജു കാഞ്ഞങ്ങാട് എൻ്റെ സ്റ്റുഡൻ്റാണ്. ഒരുപാട് എഴുതുന്ന കുട്ടികൾ എനിക്ക്, ഒരുപാട് കുട്ടികളെ കണ്ടെത്താനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ കുട്ടി നന്നായിട്ട് എഴുതുന്നൊരു കുട്ടിയാണ്. കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടൊരു ദിവസം ഈ മരക്കാപ്പിൻ്റെ 3ാമത്തെ പകർപ്പ് തുടങ്ങേണ്ട ഒരു സമയമാണ്. എന്നോട് ചോദിച്ചു, നീലകണ്ഠൻ ആരാണ് സാർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീലകണ്ഠനോ? ആരാ? അല്ല, മരക്കാപ്പിലെ തെയ്യങ്ങളിലുള്ള നീലകണ്ഠൻ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല എന്ന് പറഞ്ഞു. ആ കുട്ടി പെട്ടെന്ന് മരക്കാപ്പിൻ്റെ ഒരു പേജ് തുറന്നിട്ട് നീലകണ്ഠൻ എന്ന പേര് കാണിച്ചു. അപ്പം എനിക്ക് ഓർമ്മയില്ല അത്. അപ്പം അതിൽ ഈ അലന്തൻ എന്ന ഷണ്ഡത്വം ബാധിച്ച ഈ കഥാനായകൻ ഉമ്പിച്ചിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് ഈ അലന്തൻ ഉമ്പിച്ചിയോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ആർക്കെങ്കിലും പായ വിരിച്ചിന എന്ന് ചോദിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നീ മുമ്പാരുടെ കൂടെയെങ്കിലും കടന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പിന്നെ അവൾ മറുപടിയൊന്നും പറയുന്നില്ല. അവൾ നീലകണ്ഠനെ ഓർത്തു. തിണ്ടാരിയാവുന്നതിന് മുമ്പാണ്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല.
അവൾ നീലകണ്ഠനെ ഓർത്തു. തിണ്ടാരിയാവുന്നതിന് മുമ്പാണ്, വേറെ എവിടെയും നീലകണ്ഠനില്ല. ആ ഒരു വരി വായിച്ചപ്പോൾ ഞാനാകെ സ്തബ്ധനായി. പിന്നെ ഈ കുട്ടി എപ്പോൾ പോയെന്നോ എവിടെ പോയെന്നോ എനിക്കറിയില്ല. വീട്ടിലേക്ക് ഓടിപ്പോയി ഞാൻ നീലകണ്ഠൻ എന്ന പേര് വെച്ചിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഒരു കുട്ടിയിൽ നിന്നാണ് എനിക്ക് നീലകണ്ഠൻ എന്ന പേര് കിട്ടിയത്. ആ പേരല്ലാതെ ഒരു പേരും ആ കഥാപാത്രത്തിന് യോജിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുപോലെ പലപ്പോഴും യാദൃശ്ചികമായിട്ട് അഴകനും പൂവാലിയും വന്നതുപോലെ തന്നെ വളരെ യാദൃശ്ചികമായിട്ട് പേരുകൾ വരാറുണ്ട്. കഥ എഴുതുമ്പോഴും പേരുകൾ വരാറുണ്ട്. ഇപ്പം എൻ്റെ കഥകളിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും നല്ലതെന്നല്ല ഞാൻ പറഞ്ഞത്, ചർച്ച ചെയ്യപ്പെട്ടത് ആർത്തു പെയ്യുന്ന മഴയിൽ ഒരു ജുമൈല എന്ന് പറയുന്നൊരു കഥയാണ്. നാടക സ്റ്റേജിലും ഒരുപാട് വായനക്കാരൊക്കെ ഒരുപാട് പ്രതികരിച്ചൊരു കഥയാണ്. ആ കഥ അങ്ങനെ ആയിത്തീർന്നതിന് കാരണം മെന്മഗജ എഴുതുന്ന സമയത്ത് അത് എഴുതി എന്നുള്ളതുകൊണ്ടാണ്. മെന്മഗജ എഴുതുന്ന കാലഘട്ടത്തിൽ അവസാനത്തെ ഒരു 8 മാസമുണ്ട് 2.5 കൊല്ലത്തിനിടയിൽ. 8 മാസം പ്രസംഗത്തിന് പോവില്ല, വേറെ ഒന്നും എഴുതില്ല. ക്ലാസ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് പെട്ടെന്ന് വന്ന് വേറെ പുറത്തു പോവില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. 8 മാസം ഫുൾ ഇരുത്തായിരുന്നു. ക്ലാസ് എടുക്കുന്നല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ആ സമയത്ത് ഒരു ഓണക്കാലം വന്നപ്പോൾ 2 കഥ നിർബന്ധിക്കപ്പെട്ട് എഴുതാൻ, കൊടുക്കാതെ പറ്റില്ല. അങ്ങനെ 2 കഥ എഴുതി കൊടുത്തു. ഒറ്റ പകല് ലീവ് എടുത്തിട്ട് രാവിലെ വൈകുന്നേരം ആകുമ്പോഴത്തെ 2 കഥ എഴുതി പകർത്തി എഴുതി കവറിലാക്കി വെച്ചു. സന്ധ്യയായപ്പോൾ എനിക്ക് ഭയങ്കര ആവേശം, ഒരു കഥ കൂടി എഴുതണം. നോവൽ എഴുതാനുള്ള ഭയങ്കര പ്രേരണ അപ്പുറത്തുണ്ട്, കഥ എൻ്റെ ഉള്ളിലില്ല. അങ്ങനെ സംഭവിക്കാറുമില്ല. നമ്മുടെ ഉള്ളിലൊരു വിഷയം വന്നിങ്ങനെ തിങ്ങി നിറയുമ്പോഴാണ് നമ്മൾ എഴുതുന്നത്. എനിക്കാണെങ്കിൽ എഴുതാതിരിക്കാനും പറ്റില്ല. ഞാൻ പേനയും കടലാസും പിടിച്ചിങ്ങനെ എന്തെഴുതും, എഴുതാതിരിക്കാനും പറ്റില്ല. പെട്ടെന്ന് ഒരു ദൃശ്യം, ഇങ്ങനെ മഴയിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി, 10-12 വയസ്സായ ഒരു പെൺകുട്ടി ഓടുന്ന, ഇരുട്ടിൽ മഴയിൽ ഓടുന്നൊരു ദൃശ്യം. ആ വരി ഞാൻ എഴുതുകയാണ്. ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല, അങ്ങനെ എഴുതി പോവാണ്. കഥാനായികയുടെ പേര് കണ്ടപ്പോൾ അന്ന് രാവിലെ എൻ്റെ സുൽഫാൻ ദുരന്തത്തിൽ മരിച്ച ജുമൈലയുടെ ചിത്രമുണ്ട് 1-ാം പേജിൽ മനോരമയിൽ. ജുമൈല പെട്ടെന്ന് സ്വീകരിച്ചു. അതിൽ പുരുഷ കഥാപാത്രം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ശിവദാസൻ വന്നു. പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചയിലൊരു പ്രധാനപ്പെട്ട ഒരാൾ വന്നിട്ട് ഈ ശിവദാസൻ ഭയങ്കര കഥാപാത്ര പേര് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡി തന്നെ നടത്തി. ശിവദാസൻ എങ്ങനെ വന്നു, ആ പേരിൻ്റെ അർത്ഥം എന്ത് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആലോചിച്ചിട്ടില്ല, യാദൃശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ യാദൃശ്യമായിട്ടുണ്ടായ കഥയാണ്. രാത്രി എഴുതി പുലർച്ചെ എഴുന്നേറ്റ് 2ാമത്തെ കോപ്പി എടുത്തു. ഇന്ന് രാവിലെ തന്നെ അയക്കണം. അയച്ചില്ലെങ്കിൽ എനിക്ക് മെന്മഗജയിലേക്ക് തിരിച്ചു കയറാൻ പറ്റൂല. ഞാൻ പാത പോലെ ഇവിടെ കിടക്കും അയച്ചില്ലെങ്കിൽ. കവറടക്കിയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് കഥക്ക് പേരിട്ടിട്ടില്ല. പേരിടാതെ കഥ അയക്കാൻ പറ്റൂല. പേരും ഇങ്ങനെ വരുന്നതാണ്. എഴുതി അവിടെ വെക്കുമ്പോൾ പേര് വരും, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പേര് വരും. പേരും കിട്ടുന്നില്ല. വലിയ പ്രശ്നമായി. 9 മണിക്ക് കോളേജിലും പോകണം. പിന്നെ ഒരു 5 മിനിറ്റേ ഉള്ളൂ. ഞാനൊരു സൂത്രം, എഴുത്തുകാർ ചെയ്യാൻ പാടില്ലാത്തൊരു സൂത്രം, എൻ്റെ കഥയുടെ ഷെൽഫ് മൊത്തം വലിച്ചിടുകയാണ്. പുസ്തകങ്ങളുടെ പേരുകൾ ഇങ്ങനെ മൊത്തം വലിച്ചിടുക. ഇങ്ങനെ കഥകളുടെ പേര് നോക്കുകയാണ്. അത് കോപ്പി അടിക്കാനല്ല, അത് നോക്കുമ്പോൾ വെറുതെ കിട്ടും. അപ്പോൾ അബു ഇരിങ്ങാട്ടിരി എന്ന അത്ര പ്രശസ്തനൊന്നും അല്ലാത്തൊരു കഥാകൃത്തിൻ്റെ ഒരു സൂര്യൻ ഒരു ചാൺ അകലെ എന്ന ഒരു ചെറുകഥാ സമാഹാരത്തിൽ ആർത്തു പെയ്യുന്ന എന്ന് പറഞ്ഞിട്ടൊരു എന്തോ ഒരു ടൈറ്റിലുണ്ട്. പെട്ടെന്ന് ഞാൻ ആർത്തു പെയ്യുന്ന മഴയിൽ ഒരു ജുമൈല എന്ന് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ആ കഥയ്ക്ക് പേരുണ്ടായത്. പേരിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇന്ദുലേഖ 2-ാം ദിവസം എന്ന പേര് കൊടുക്കുന്നത്, ഇന്ദുലേഖ 1-ാം ദിവസം എന്ന് പറയുന്നത് ചന്തുമേനോൻ്റെ പുസ്തകമാണ്. നളചരിതത്തിൽ 1, 2, 3, 4 ദിവസങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു സംഗതിയായിട്ടാണ് ഇവിടെ എഴുതുന്നത്. അഴകനും പൂവാലിയും എന്ന പേര് കാരൂരിൻ്റെതാണ്, കഥകളിലുള്ളതാണ്. അഴകനും പൂവാലിയും എന്ന പേരിൽ പുസ്തകം തന്നെ ഉണ്ട്. പക്ഷെ അതിൽ വേറെ സംഗതിയാണ്. ഒരു ആട്ടിടയൻ്റെ പേരാണ് അഴകൻ. പൂവാലി എന്നുള്ള പശുവിൻ്റെ പേരാണ്. ഒരു പശുവും ആട്ടിടയൻ തമ്മിലുള്ള ബന്ധമാണ് ആ കഥയിലുള്ളത്. പക്ഷെ ആ പേര് പൂവാലി, നല്ല വാലുള്ള മീൻ, അഴകൻ നല്ല സുന്ദരനായ അഴകൻ മീൻ ചേരും. അപ്പം അതങ്ങ് എടുക്കുകയാണ്. അതൊരു മോഷണമായിട്ടല്ല നമ്മളതിനെ അങ്ങനെ കരുതേണ്ടതില്ല. നമ്മളത് എടുക്കുകയാണ്.
അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ചിലപ്പോൾ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് കുറേ ദിവസങ്ങൾ പേരിന് വേണ്ടി കാത്തിരിക്കാം. ചിലപ്പോൾ ഒരു കഥാപാത്രത്തിന് കൃത്യമായ പേര് കിട്ടാൻ കുറേ ദിവസങ്ങൾ കാത്തിരുന്നു എന്ന് വരാം. അങ്ങനെയും സംഭവിക്കാം. താങ്കളുടെ രചനകളിൽ മിത്തുകളെ സന്നിവേശിച്ചപ്പോൾ ആസ്വാദന തലത്തിൽ പുതിയൊരു മാനം കൈവരുന്നു. ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാം. മിത്തുകൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അത് ബോധപൂർവം ചെയ്യുന്നതല്ല. എന്ന് വെച്ചാൽ നമ്മളൊക്കെ വളരുന്നത്, എൻ്റെ ഗ്രാമത്തിൽ പ്രത്യേകിച്ചും, ഒരുപാട് മിത്തുകളിലാണ്. എൻ്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് കഥകൾ. ഞങ്ങൾക്ക് കരിമ്പിൻ്റെ തോട്ടങ്ങളുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ കരിമ്പുണ്ടാക്കും, വെല്ലം ഉണ്ടാക്കും, ശർക്കര ഉണ്ടാക്കും, ലോറികളിൽ കയറ്റി പോകുന്നൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടു. അപ്പം ഈ കരിമ്പിൻ തോലുകൾക്കിടയിൽ നിന്ന് വലിയൊരു പാമ്പ് പറന്നു പോകുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വയസ്സായപ്പോൾ എൻ്റെ വീട്ടിൽ പണിയെടുത്തിരുന്ന സ്ത്രീകൾ. വിശ്വസിക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ അവർ വിശ്വസിക്കുന്നുണ്ട്. ഇത്തരം കുറേ മിത്തുകൾ. ഇപ്പോൾ മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന നോവൽ ഞാൻ സമർപ്പിച്ചത് എൻ്റെ അമ്മമ്മയ്ക്കാണ്, അമ്മയുടെ അമ്മയ്ക്കാണ്. അത് എൻ്റെ തെക്കിൽ പാലത്തിനടുത്തുള്ള ഒരു തറവാട്, അമ്മമ്മയുടെ തറവാട് അവിടെയാണ്. അവിടെ നിറയെ തെയ്യങ്ങളാണ്. അച്ഛൻ്റെ തറവാട്ടിൽ നിറയെ തെയ്യങ്ങളാണ്. കല്യാണം കഴിച്ചപ്പോൾ ഭാര്യയുടെ തറവാട്ടിൽ ഒരു രക്ഷയില്ല, അവിടെ നിറയെ തെയ്യങ്ങളാണ്, ഒരു രക്ഷയില്ല. പിന്നെ തെക്കോട്ട് എവിടെയെങ്കിലും വന്ന് കല്യാണം കഴിക്കേണ്ടി വരും. തെയ്യങ്ങളിൽ നിന്ന് മോചനമില്ല. പിന്നെ ഇങ്ങനെ തെയ്യത്തെ എഴുതാതിരിക്കും. ഈ അമ്മമ്മ മധ്യവേനൽ അവധിക്ക് ഞാൻ അവിടെയാണ് എപ്പോഴും. അമ്മമ്മയാണ് എന്നെ നോക്കുന്നത്. ബാക്കി എല്ലാവരും ഓരോ വഴിക്ക് പോകും. വീട്ടിൽ അമ്മമ്മയേ ഉള്ളൂ, എന്നെ കാണാനില്ല. ഞാനത് ഷെൽവിയുടെ പുസ്തകത്തിൽ പണ്ട് എഴുതിയിട്ടുണ്ട് ഈ ഓർമ്മ. എവിടെയും കാണാനില്ല, അടുത്ത വീട്ടിലൊന്നുമില്ല, എവിടെയും പോയിട്ടില്ല. കുട്ടി ചെറിയ കുട്ടിയാണ്, അമ്മ ഏൽപ്പിച്ചതാണ്, തിരിച്ചു കൊടുക്കട്ടെ. അവസാനം അമ്മമ്മ തീരുമാനിച്ചു, മുറ്റത്തിന് താഴെ ഒരു ആൾമറയില്ലാത്ത കിണറുണ്ട്. അണ്ടോപ്പാറത്തിൻ്റെ ഇലകളാണ് നിറയെ, താഴെ എന്ത് വീണാലും കാണില്ല. കുട്ടി താഴോട്ട് പോയി കിണറ്റിൽ അവസാനിച്ചു എന്ന് അമ്മമ്മ തീരുമാനിച്ചു. വേറെ കുട്ടിയില്ല. ഇനി അമ്മമ്മ അവിടെയുള്ള തെയ്യങ്ങൾക്ക്, പൊട്ടൻ തെയ്യമുണ്ട്, പല തെയ്യങ്ങളുമുണ്ട്, തെയ്യങ്ങൾക്കെല്ലാം നേർച്ച പറഞ്ഞു. എവിടെയും കിട്ടാനില്ല കുട്ടിയെ. അവസാനം അമ്മമ്മ കിണറ്റ് ചാടാൻ തീരുമാനിച്ചു, മരിക്കാൻ തീരുമാനിച്ചു. അമ്മമ്മ ഇത് എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. കാണുമ്പോഴും കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറയുന്ന ആദ്യത്തെ കഥ ഇതാണ്. ഞാൻ പറയും, നിങ്ങൾ ഒരുപാട് തവണ പറഞ്ഞു, പുതിയ പതിപ്പ് വേണ്ടെന്ന് പറയും. എന്നാലും അമ്മമ്മ എന്നെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ച് ഈ കഥ പറയും. എന്നിട്ട് ബാക്കി ചായ അല്ലെങ്കിൽ വെള്ളം കിട്ടും. ചാടാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അമ്മമ്മയ്ക്ക് ഓർമ്മയായത്, ഉമ്മട്ടക്കുളി എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട് അവിടെ. അതിന് വേഷമില്ല. കാരണം പണ്ട് വേഷം കെട്ടിയപ്പോൾ തെയ്യം നേരെ പുഴയിൽ പോയി ചാടി കാണാതായി. മലേനെ കിട്ടിയില്ല, തെയ്യം കിട്ടിയ മലേനെ കിട്ടിയില്ല, തെയ്യം കാണാതായി. പിന്നെ ആരും ആ തെയ്യത്തെ കെട്ടാൻ ധൈര്യപ്പെടാറില്ല. ആ തെയ്യത്തിന് പക്ഷെ കലശമൊക്കെ കൊടുക്കണം. അമ്മമ്മ കലശം പറഞ്ഞപ്പോൾ, നേർച്ച പറഞ്ഞപ്പോൾ ആ തെയ്യത്തെ വിട്ടുപോയി. ഉടനെ ആ തെയ്യത്തിന് കലശം പറഞ്ഞപ്പോൾ ഈ അമ്മമ്മയുടെ കൈ പിടിക്കുന്നത് പോലെ തോന്നിയെന്ന് അമ്മമ്മ പറയുന്നു. തോന്നലാവാം, എന്നാലും തോന്നി. അമ്മമ്മ നേരെ വന്ന് അടുക്കളയിലേക്ക്, പഴയ 4 കെട്ട് മോഡലിലുള്ള വീടാണ്. അടുക്കളയുടെ ഉള്ളിൽ തന്നെ കുറേ ഇരുണ്ട മുറികളായിരിക്കും, വൈദ്യുതി ഒന്നും ഇല്ലല്ലോ, കാണൂല. അതിൻ്റെ ഉള്ളിൽ ഈ അടുപ്പ് ഉള്ള ഭാഗത്ത്, ഈ ചൂട് കൂടിയ സ്ഥലത്ത് ചുരുണ്ട് കിടക്കുകയാണ് ഈ കുട്ടി. ഇതിനാണ് കുട്ടി അവിടെ പോയിട്ട് കിടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അമ്മമ്മ പറയുന്നത് പുളിയൻ തെയ്യം ഒളിപ്പിച്ചു എന്നാണ്. ഇങ്ങനെയുള്ള ഒരുപാട് മിത്തുകൾ അനുഭവിച്ചും കണ്ടും കേട്ടും വളർന്നിട്ടാണ്. ബ്രഹ്മരക്ഷസുകൾ പറയേണ്ട ആ ഭാഗത്ത് രക്തേശ്വരി ഉണ്ട്. ഒറ്റക്കൊക്കെ നടക്കാൻ ആ കാലത്തൊക്കെ വലിയ പേടിയായിരുന്നു. സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ ഒറ്റക്ക് ആയിപ്പോയാൽ ഈ വഴി മുഴുവൻ തെയ്യമല്ല, എല്ലാ ഭാഗത്തും തെയ്യങ്ങളാണ്. അപ്പം അങ്ങനെ വളർന്ന ഒരാൾക്ക് മിത്തുകളില്ലാണ്ട് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ജന്മകഥയിലും മരക്കാപ്പിലും മറ്റ് കഥകളിലുമൊക്കെ മിത്തുകൾ ധാരാളം വന്നിട്ടുണ്ട്. കൃത്രിമമായിട്ട് കൊണ്ടുവരുന്നതല്ല, സഹജമായിട്ട് ഉണ്ടായിപ്പോകുന്നതാണ്.
രണ്ട് മത്സ്യങ്ങൾ എന്ന കഥ ഞങ്ങൾ 8ാം ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണ്, പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ അതിലൂടെ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ശ്രീബുദ്ധനെ കുറിച്ചും കിളിമകളെക്കുറിച്ചുമുള്ള ദർശനത്തെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ വ്യാഖ്യാനിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഈ ഒരു ദർശനത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയും. ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ ആളാണ്. അങ്ങനെയുള്ള ബുദ്ധൻ ഒന്ന് തൊട്ടത് കൊണ്ടാണ് ഒരു തവള നൂറ്റാണ്ടുകൾ ജീവിക്കുന്നത്. ഒരു കഥയാണ്, അങ്ങനെ ശരിക്കും സംഭവിക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കഥയിൽ നമുക്കങ്ങനെ സംഭവിപ്പിക്കാം. അന്ന് ബുദ്ധൻ ചെയ്തത് അതാണ്. ഇന്ന് ആളുകൾ ചെയ്യുന്നത് എന്താണ്? ഞാൻ നിന്നെ ഒന്ന് പതുക്കെ ചവിട്ടിയോ, നിനക്ക് വേദനിച്ചോ എന്ന് ചോദിച്ച് തവളയെ കയ്യിലെടുക്കുകയും അതിൻ്റെ മുതുകിൽ ഇങ്ങനെ തലോടുകയും നീ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുകയും ചെയ്യുന്നൊരു മനുഷ്യൻ അന്നുണ്ടായിരുന്നു. കാരണം എൻമകജെ എന്ന ഗ്രാമത്തിലെ ജൈന വിശ്വാസികളായിരുന്ന ബല്ലാളന്മാര് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചിരുന്നില്ല. ഞാൻ നോവലിൽ എഴുതിയതുപോലെ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ചാൽ പ്രാണികൾ വന്ന് അതിൽ വീണ് ചത്തുപോകുമോ എന്ന് വിചാരിച്ചിട്ട് മാത്രം വിളക്ക് കത്തിക്കാതിരുന്നൊരു സമൂഹം ജീവിച്ചിരുന്നൊരു കാലത്ത് അതേ പ്രദേശത്ത് 25 കൊല്ലം മനുഷ്യൻ കണ്ടുപിടിച്ച മാരകമായ വിഷമായ രാസകീടനാശിനിയായ എൻഡോസൾഫാൻ ജനതയുടെയും ജൈവ വൈവിധ്യങ്ങളുടെയും മേലെ കോരി ഒഴിച്ച് മനുഷ്യനെ മാത്രമല്ല കോടാനുകോടി ജീവജാലങ്ങളെ നശിപ്പിക്കുമ്പോൾ മനുഷ്യൻ ഒരു കുറ്റബോധം പോലും ഇല്ലല്ലോ. ബുദ്ധനിൽ നിന്നും മനുഷ്യൻ എത്ര മാറിയിരിക്കുന്നു, എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. രാസവിഷം കലർന്നിട്ടാണല്ലോ അവസാനം ഈ ശൂലാപ്പകാവിലെ മത്സ്യങ്ങൾ ചത്തു പൊന്തുന്നത്. ആ രാസവിഷം എന്തുമാവാം, എൻഡോസൾഫാൻ ആവാം, അല്ലെങ്കിൽ മറ്റെന്തും ആവാം, ഞാനത് പറഞ്ഞിട്ടില്ല. ചീമേനിയിലുള്ള ഈ കാവിൽ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന വിഷം എൻഡോസൾഫാൻ ആണ് എന്നുള്ളതിന് കൂടുതൽ പറയാവുന്നൊരു കാര്യം ആണ്. അപ്പം അങ്ങനെ എവിടെയാണ് അന്നത്തെ ബുദ്ധൻ നിന്ന സ്ഥലത്ത് ഇന്ന് മനുഷ്യൻ നിൽക്കുന്നത് എന്നുള്ളത് മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല ആ സമയത്ത് കഥ എഴുതുന്നത്. ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. മണ്ഡൂകോപനിഷത്ത് എന്ന് പറയുന്നൊരു കഥ വളരെ മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ കഥയിൽ ഈ തവളയും ബുദ്ധനും വരുന്നുണ്ട്, ചെറിയൊരു പോർഷനിൽ. അതിനെ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് ആഖ്യാനിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു രഹസ്യമായ കാര്യമല്ല, വായിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം. പിന്നെ കിളിമകൾ എന്നുള്ളത്, കിളിമകൾ വളരെ പ്രസിദ്ധമായൊരു പ്രയോഗമാണ്. നമുക്കറിയാം, എഴുത്തച്ഛനെ കുറിച്ചുള്ള പഠനങ്ങളിലൊക്കെ എഴുത്തച്ഛൻ്റെ കിളിമകൾ എന്ന് എഴുത്തച്ഛൻ്റെ കൃതികൾ തുടങ്ങുന്നത്, അതിൻ്റെ ഓരോ ഭാഗവും ഓരോ കാണ്ഡവും തുടങ്ങുന്നത് കിളിമകളെ സ്തുതിച്ചുകൊണ്ടാണ്. അരികത്തിരിക്ക്, നിനക്ക് ഇന്നത് തരാം, പാല് തരാം, പഴം തരാം, എല്ലാം കൊടുത്ത് സന്തോഷിപ്പിച്ച് നീ പാടൂ, നീ കഥ പറയൂ എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് ഏതൊരു നൈതികമായ ജീർണതയാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തെ ബാധിച്ചിരുന്നത്, ആ നൈതികമായ ജീർണതയെ മറികടക്കാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ എഴുതിയെന്നാണ് നിരൂപകർ പറയുന്നത്. അതുപോലെ തന്നെ കാവ്യത്തെ സംബന്ധിച്ചിടത്തോളം, മലയാള കവിതയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു വലിയ അടിസ്ഥാനം കൊടുത്തത് ആയിട്ട് പറയുന്നതും എഴുത്തച്ഛനെയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അതിനോട് വലിയ യോജിപ്പില്ലെങ്കിലും എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ് എന്ന് പറയുന്നത് വലിയ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് വലിയ വിഷയമാണ്. ഞാൻ സംസാരിക്കാൻ സമയം തന്നാൽ 1-2 മണിക്കൂർ കൊണ്ട് പറയാവുന്നൊരു വിഷയമാണ്. എന്നെ പറഞ്ഞുകൂടാ നമ്മളത്. എഴുത്തച്ഛൻ അങ്ങനെ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എങ്കിൽ പോലും നമുക്കറിയാവുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ നിരൂപകരും പറഞ്ഞു വെച്ചിരിക്കുന്നത്, നൈതികമായ ഒരു സാംസ്കാരികമായ ഒരു അധസ്ഥിതിയിൽ നിന്നും മലയാളിയുടെ ബോധത്തെ ഉയർത്തിപ്പിടിച്ചത് എഴുത്തച്ഛനാണ് കിളിമകളിലൂടെ. അതുപോലെ
മലയാള കവിതയെ ആധുനീകരിച്ച് കാവ്യഭാഷയെ ഏറ്റവും സമുജ്വലമാക്കി അവതരിപ്പിച്ചത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛന് മലയാള കവിതയിൽ വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ആക്ഷേപമില്ല, വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അദ്ദേഹം വലിയ കവി തന്നെയാണ്, അതിലും ആക്ഷേപമില്ല. അപ്പം അദ്ദേഹം അത് ചെയ്തത് കിളിമകളിലൂടെയാണ്. ആ തത്ത വീണ്ടും കഥ പറയാനുള്ള സന്ദർഭമാണ്. കാരണം കേരളം